മന്ത്രകോടി. രചന അവതരണം മിത്രവിന്ദ. ദേവു എവിടെ? ആ കുട്ടിയെ കണ്ടില്ലല്ലോ. ഉമ്മറത്തു നിന്നും ആരോ ഒരാൾ ചോദിക്കുന്നത് നന്ദൻ കേട്ടു. അവൾ ആ കുളപ്പടവിലിരിക്കുന്നുണ്ട്. പൊന്നൂസ് കരഞ്ഞേന് കുളം കാണിക്കാന്ന് പറഞ്ഞു പോയതാ. അകത്തു നിന്നും ഏതോ ഒരു സ്ത്രീ മറുപടി പറയുന്നതും അവൾ അപ്പോഴേക്കും കേട്ടു കഴിഞ്ഞു. നന്ദൻ പതിയെ മുറ്റത്തേക്കിറങ്ങി. കുളപ്പടവിലേക്ക് അവൻ മെല്ലെ നടന്നു. ഗൂഢമായ കുറച്ച് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ കൊലുസിൻ്റെ ശബ്ദം കേൾക്കാം കുളപ്പടവിൽ നിന്ന്. ഒപ്പം കലിപ്പിലെ വർത്താനവും. നന്ദൻ നോക്കിയപ്പോൾ ദേവൂട്ടി ഒരു കുഞ്ഞിനെയും മടിയിലിരുത്തി കൽപ്പടവിലിരിക്കുന്നു. ദേവു, ഇയാളെ അമ്മ തിരക്കുന്നുണ്ട്. മുകളിൽ നിന്നും നന്ദൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. നന്ദനെ കണ്ടതും ചാടി എഴുന്നേറ്റു. അരികത്തിരുന്ന പെൺകുട്ടിയും കൊണ്ട് ദേവു വേഗം പടവുകൾ കയറി അവൻ്റെ അടുത്തേക്ക് വന്നു. ദേവു, ഇയാളെ എൻ്റെ അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു. താൻ തിരക്കാണോ? അവൾ അടുത്തെത്തിയപ്പോൾ അവൻ ദേവുവിനോട് ചോദിച്ചു. ഇല്ല നന്ദേട്ട, ഞാൻ വെറുതെ കുട്ടിയെ കൊണ്ട് ഞാൻ ഇപ്പം തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞ് ദേവു വേഗം മുൻപോട്ട് നടന്നു. ദേവു, പിന്നെ നന്ദൻ വീണ്ടും അവളെ വിളിച്ചു. എന്താ നന്ദേട്ട? അവൾ പിന്തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അതെ, എൻ്റെ അമ്മ ഒരു കാര്യം ഇയാളോട് പറയും. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. പക്ഷെ ഇയാൾക്കത് പറ്റില്ലെന്ന് മാത്രം അമ്മയോട് പറയരുത്. ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് തൻ്റെ അടുത്തേക്ക് വന്നത്. അവളോട് മറുപടി കാക്കാതെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ വേഗം നടന്നുപോയി. എന്താണെന്നറിയുവാൻ അവൾക്ക് വല്ലാത്ത ആകാംക്ഷ. ഒപ്പം അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉള്ളിൽ ആരോ മന്ത്രിക്കുന്നു. വല്ലാത്ത പരവശം, കാലുകൾ കുഴയും പോലെ. എന്താണെൻ്റെ കൃഷ്ണ? അവൾ അടുക്കളപ്പുറത്തേക്ക് വേഗത്തിൽ നടന്നു. സരസ്വതിയമ്മ അവിടെ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നുണ്ട്. ആ അമ്മയെ കണ്ടതും അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. മോളെ, ഇതെവിടായിരുന്നു? വാത്സല്യപൂർവ്വം അവർ വന്ന് ദേവുവിൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. ഞാൻ അപ്പുറത്ത് കുളപ്പടവിലുണ്ടായിരുന്നു. എന്താ അമ്മേ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പെട്ടെന്ന് അവൾക്ക് അവരെ അങ്ങനെ വിളിക്കാനാണ് തോന്നിയത്. അത് കേട്ടതും സരസ്വതിക്കും വളരെ സന്തോഷം തോന്നി. എനിക്ക് കാണണമെന്നുള്ളത് മോൾ എങ്ങനെ അറിഞ്ഞേ? അത് പിന്നെ നന്ദേട്ടനാ പറഞ്ഞത്. ഓ, എനിക്ക് എൻ്റെ ദേവൂട്ടിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മോളത് ശ്രദ്ധയോടുകൂടി ആലോചിച്ച് കേട്ട ശേഷം ഒരു മറുപടി എടുക്കണം. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ദേവുവിന് പിന്നെയും ടെൻഷൻ. എന്താ അമ്മേ? അത് പിന്നെ മോളെ, നീയും ഞങ്ങളുടെ ഒപ്പം വരുന്നോ പാലക്കാട്ടേക്ക്? ഞങ്ങളുടെ മകൻ്റെ ഭാര്യയായി. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു മകളായിട്ട്. അവരുടെ ചോദ്യം കേട്ടതും ദേവു തരിച്ചു നിന്നു. സരസ്വതി തൻ്റെ മകൻ്റെ ആഗ്രഹം ദേവൂട്ടിയോട് വിശദമായി പറഞ്ഞു. അവളുടെ ഒപ്പം മുത്തശ്ശിയും അമ്മയുമുണ്ട്. എൻ്റെ മകൻ അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും നാളെ എൻ്റെ വിവാഹ നിശ്ചയത്തിന് ക്ഷണിച്ചതാണ്. എന്നിട്ടാണ് അവസാന നിമിഷം ലച്ചുവും അശോകും തമ്മിലുള്ള സ്നേഹം ബാലേട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞത്. പെട്ടെന്നത് കേട്ടപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും തകർന്നുപോയി. പക്ഷേ എൻ്റെ മകൻ എന്നോട് പറഞ്ഞത് അതൊന്നും സാരമില്ല, അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്നാണ്. കാരണം പരസ്പരം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് ഒന്നാ വേണ്ടത്. ഉള്ളിൽ ഒരാളെ കൊണ്ടു നടന്ന് മറ്റൊരുവൻ്റെ ഭാര്യയാകേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയെ അവന് താല്പര്യമില്ല. സരസ്വതി എല്ലാവരോടുമായി പറഞ്ഞു. ശരിക്കും ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടത് ദേവുവിനെയാണ്, നന്ദൻ പോലും. പക്ഷേ മൂത്ത കുട്ടി നിൽക്കുമ്പോൾ ഇളയ ആളെ എങ്ങനെ ആലോചിക്കുമെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെയാണ് ലച്ചുവുമായിട്ടുള്ള വിവാഹത്തിന് നന്ദൻ മുൻകൈയെടുത്തത്. എന്നാൽ അതിങ്ങനെയൊക്കെ വരുമെന്നുള്ളത് നമ്മളാരും സ്വപ്നത്തിൽ പോലും കരുതിയതുമില്ല. അവർ ഒന്ന് നെടുവീർപ്പെട്ടു. മോളെ ദേവു, കുറച്ചു മുന്നേ ഇന്നിവിടെ വെച്ച് എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, അമ്മയ്ക്കിഷ്ടം ദേവൂട്ടിയല്ലേ, അതുകൊണ്ട് ദേവൂട്ടിയെ നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുപോയാലോ എന്ന്. അത് കേട്ടതും എൻ്റെ ഉള്ളിലുണ്ടായ സന്തോഷത്തിന് അതിരില്ലെന്ന് വേണം പറയാൻ. അത് പറയുമ്പോൾ ആ അമ്മയുടെ വാക്കുകൾ ഇടറി. മോൾ ആലോചിച്ചൊരു മറുപടി എത്രയും പെട്ടെന്ന് പറയണം. മാധവൻ ചേട്ടനോട് നന്ദൻ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആർക്കും എതിർപ്പില്ല. പക്ഷെ മോളാണ് തീരുമാനം എടുക്കേണ്ടത്. എൻ്റെ കുട്ടിക്ക് യാതൊരു സങ്കടവും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുണ്ടാവില്ല.
നിന്റെ കണ്ണ് നിറയാൻ ഇടവരില്ല. ആ ഒരു ഉറപ്പ് മാത്രം അമ്മ തരാം നിനക്ക്. അച്ഛനോടും അമ്മയോടുമൊക്കെ ആലോചിച്ച് ഞങ്ങൾക്ക് സന്തോഷകരമായ ഒരു മറുപടി തരണം. അവളുടെ നെറുകയിലൊരു മുത്തം കൊടുത്ത ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങളിവിടെയുണ്ട്, മോൾ ആലോചിച്ചു പറയൂ. അച്ഛനെ കണ്ടതും നന്ദേട്ടൻ്റെ അച്ഛൻ പറയുന്നതും ദേവു അപ്പോൾ കേട്ടിരുന്നു. മോളു, എന്താണ് എൻ്റെ കുട്ടിയുടെ തീരുമാനം? ഒക്കെ നീ പറയും പോലെ തന്നെ അച്ഛനും അമ്മയും ചെയ്യും. നിനക്ക് സമ്മതമാണോ മോളെ? ദേവൂട്ടി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഇടുത്തി പോലെയാണ് അമ്മ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിൽ തറഞ്ഞത്. നല്ല ആളുകളാണ് മോളെ. അതും സരസ്വതി എന്ന് പറഞ്ഞാൽ ബാലൻ്റെ പെങ്ങളല്ലേ. എൻ്റെ കുട്ടിയെ പൊന്നുപോലെ അവർ നോക്കും. പോരാത്തതിന് നിനക്ക് മതിയാവോളം പഠിക്കുകയും ചെയ്യാം. ഒക്കെ നിൻ്റെ ഭാഗ്യമാണ്. നീ സമ്മതിക്കും മോളെ. മുത്തശ്ശി അവളുടെ കൈകളിൽ തഴുകിക്കൊണ്ട് പറയുകയാണ്. അപ്പോഴേക്കും ലച്ചു ചേച്ചിയും അവിടേക്ക് ഇറങ്ങി വന്നു. രാധചെറിയമ്മ പറഞ്ഞാണ് ചേച്ചി വിവരങ്ങൾ അറിഞ്ഞത്. അമ്മേ, ദേവു, സത്യമാണോ ഞാൻ ഈ കേട്ടത്? കോൾ അടിച്ചല്ലോ. ഇനി വീട്ടിൽ 2 വിവാഹം ഒരുമിച്ച് നടക്കാൻ പോവാ. ചേച്ചിയുടെ മുഖത്തെ ആഹ്ലാദം കണ്ടപ്പോൾ ദേവുവിന് പുച്ഛമാണ് തോന്നിയത്. എങ്കിലും ആരോടും ഒന്നും പറയാതെ കൊണ്ട് അവൾ ഉള്ളിലെ വിഷമങ്ങൾ ഒതുക്കി നിൽക്കുകയാണ്. ഇതെന്താ ദേവൂട്ടി നീയൊന്നും പറയാത്തത്? നന്ദേട്ടനെ കെട്ടാൻ നിനക്ക് സമ്മതമല്ലേ? തൻ്റെ താടിത്തുമ്പ് പിടിച്ചുയർത്തിക്കൊണ്ട് ലച്ചു ചോദിച്ചതും അവളുടെ മിഴികൾ നിറയാൻ തുടങ്ങി. ലച്ചു, നീ മിണ്ടാതിരിക്കെ. അച്ഛൻ വന്ന് ദേവൂട്ടിയോട് സംസാരിച്ചോളും. അമ്മ പറയുന്ന കേട്ട് ചേച്ചി മുഖം വീർപ്പിച്ചു. അതെന്താ അമ്മേ? എൻ്റെ അനുജത്തിയുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ അധികാരമില്ല ഇവിടെ. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിന്റെ കാര്യങ്ങളൊക്കെ നീ മുൻകൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? അതുപോലെ ദേവൂട്ടിയും അവളുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്നറിയണം. അമ്മ ഇത്തിരി കടുപ്പത്തിൽ തന്നെയാണ് പറഞ്ഞത്. അത് കേട്ടതും ലച്ചുവിൻ്റെ മുഖം ഇരുണ്ടു. ഈശ്വര, ഹരിസാറ്, ആ മനുഷ്യനെയാണ് താൻ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നത്. ഓർക്കും തോറും ദേവുവിൻ്റെ നെഞ്ചു വിങ്ങി. തൻ്റെ വീട്ടിലേക്ക് സാറും അമ്മയും കൂടി വരുന്നത് കാത്തിരിക്കുവാണ് ഓരോ നിമിഷവും. എല്ലാം കീഴ്മേൽ മറിയിക്കുകയാണ്. കാര്യങ്ങളെല്ലാം എത്ര വേഗമാണ് മാറി മറിയുന്നത്. ചേച്ചിക്ക് വേണ്ടി തൻ്റെ ജീവിതം ഹോമിക്കപ്പെടുമോ? എൻ്റെ ഭഗവാനെ, എന്നെ പരീക്ഷിക്കില്ലേ? അവൾ മൂകമായി തേങ്ങി. മോളെ ദേവൂട്ടി, അച്ഛനാണ് അവളെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. അച്ഛൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു വരണ്ട ചിരി വിരിഞ്ഞു. നന്ദനും ആ അമ്മയും മോളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കാണുമല്ലോ. അയാൾ മകളെ നോക്കി. ഊവെന്നവൾ തലയാട്ടി. അച്ഛനോടും സംസാരിച്ചു. ജന്മം തന്ന അച്ഛനെയും അമ്മയെ ഓർത്ത് മോളി വിവാഹത്തിന് സമ്മതിക്കണം. അച്ഛൻ്റെ അപേക്ഷയാണിത്. ആളുകളുടെ മുന്നിൽ നാണം കെടാൻ വയ്യ. ഇത് പറഞ്ഞുകൊണ്ട് വാര്യർ പുറത്തേക്ക് പോയി. അത് കേട്ടതും ദേവുവിൻ്റെ മിഴികൾ നിറഞ്ഞു. ലജ്ജു ആണെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ നിന്റെ അച്ഛൻ ഒരുപാട് വേദനിച്ചു. ഇത്ര വലിയൊരു ചതി ഇവള് ചെയ്യുമെന്ന് നമ്മൾ ആർക്കും കരുതിയതുപോലുമില്ല. അന്നങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അച്ഛൻ എത്രമാത്രം വിഷമിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ആദ്യമായി നിങ്ങളുടെ അച്ഛൻ്റെ തല താഴ്ന്നത് നന്ദൻ്റെ മുൻപിലാണ്. എൻ്റെ മോളത് തിരുത്തണം. ഈ വിവാഹത്തിന് എൻ്റെ പൊന്നുമോള് സമ്മതിക്ക്. നന്ദനുമായുള്ള വിവാഹത്തിന്. ദേവൂട്ടിയുടെ മുൻപിൽ വന്നുകൊണ്ട് അവളുടെ അമ്മ കെഞ്ചിക്കൊണ്ട് പറയുകയാണ്. നിന്റെ അച്ഛൻ അഭിമാനത്തോടു കൂടി നിന്റെ വലം കൈ അവൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് ഈ മുത്തശ്ശിക്ക് കാണണം മോളെ. നീ ഒന്ന് സമ്മതിക്ക്. കാർത്തേനി അമ്മൂമ്മ പ്രതീക്ഷയോടെ ദേവൂട്ടിയെ നോക്കി. ദേവൂട്ടി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഹരിസാറിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരു ഭാഗത്തുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ തൻ്റെ പാവം അച്ഛനെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് വിഷമം തോന്നി. തൻ്റെ അച്ഛൻ വന്ന് തന്നോട് കാല് പിടിക്കും പോലെയാണ് ഓരോ വാചകങ്ങൾ പറഞ്ഞത്. എല്ലാത്തിനും കാരണം ലച്ചു ചേച്ചിയാണ്. ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. ചേച്ചിയാണെങ്കിൽ നന്ദേട്ടൻ്റെ ആലോചന വന്നപ്പോൾ തന്നെ ഈ വിവരങ്ങളെല്ലാം ഇവിടെ പറഞ്ഞാൽ മതിയായിരുന്നു. അശോകേട്ടനുമായുള്ള ബന്ധത്തിന് ആരും എതിരെ നിൽക്കില്ലായിരുന്നു. ചേച്ചി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേവൂട്ടിക്കുള്ളിൽ ഇത്തിരി അമർഷം തൻ്റെ ചേച്ചിയോട് തോന്നാതിരുന്നില്ല. ഇടയ്ക്ക് ഒരു തവണ കൂടി സരസ്വതിയമ്മയും നന്ദേട്ടനും കൂടി അച്ഛനെ കാണുവാനായി പൂമുഖത്തേക്ക് കയറി വന്നത്
ദേവു അറിഞ്ഞു. നന്ദേട്ടനെ കുറ്റം പറയാനൊന്നും പറ്റില്ലെന്ന് അവൾക്ക് തോന്നി. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ആളുകളെ വരെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴാണ് അശോകേട്ടൻ്റെ വരവ്. ഇതൊക്കെ അവർക്ക് ഇത്തിരി നേരത്തെ ആയിക്കൂടായിരുന്നോ? അവൾക്ക് ദേഷ്യമായിപ്പോയി. ഇതിപ്പോ അവസാനം ഇങ്ങനെയെല്ലാം കൊണ്ടെത്തിച്ചു. നന്ദേട്ടൻ്റെ അമ്മ പറഞ്ഞ പോലെ തൻ്റെ ചേച്ചി കാരണം എല്ലാവരുടെയും മുൻപിൽ നന്ദേട്ടൻ നാണം കെട്ടു. തൻ്റെ അച്ഛനും അതുമൂലം അവരുടെ മുൻപിൽ തലതാണു പോയി. എന്ത് പഴി കേട്ടു പാവം അച്ഛനും അമ്മയും. നന്ദേട്ടന് തന്നേക്കാൾ സൗന്ദര്യവും വിദ്യാഭ്യാസവുമുള്ള ഒരു പെണ്ണിനെ കിട്ടും. അത്രയ്ക്ക് സുന്ദരനാണ് ആള്. കൂടാതെ ഡോക്ടറും. താനാണെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. അതിനേക്കാളുപരി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് അന്തരം തങ്ങളിൽ ഉണ്ടെന്ന് അവൾക്ക് തോന്നി. പക്ഷെ തന്നോട് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്ത സ്ഥിതിക്ക് എന്താണിപ്പോൾ പറയേണ്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയില്ല. ഹരിസാറിൻ്റെ പെണ്ണായി തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ ഈ വീടിൻ്റെ പടിയിറങ്ങി പോകുന്നത് സ്വപ്നം കണ്ട് നടന്നതാണ്. നിറമുള്ള കിനാക്കളെല്ലാം മഴവെള്ളത്തിൽ ഒലിച്ചുപോയി. ഹരിസാറിനെ എന്നേക്കുമായി തൻ്റെ മനസ്സിൻ്റെ കോണിൽ നിന്നും പടിയിറക്കാനാണോ തൻ്റെ വിധി? മോളെ ദേവൂട്ടി, സരസ്വതിയമ്മ ചോദിച്ചു. നിന്റെ മറുപടി എന്താണെന്ന്. അവർക്ക് പോകാൻ ലേശം തിടുക്കുണ്ട്. വാര്യർ വീണ്ടും അകത്തേക്ക് വന്നു. അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ദേവു നിന്നു. അച്ഛൻ്റെ കുട്ടിയെ അച്ഛൻ വിശ്വസിച്ചോട്ടെ, അതോ നീയും എവിടെയെങ്കിലും? അയാൾ വാക്കുകൾ മുഴുവിപ്പിച്ചില്ല. അച്ഛൻ്റെ ഇഷ്ടം പോലെ ആകാം. ചേച്ചിയെപ്പോലെ ഞാൻ അച്ഛനെ നാണം കെടുത്തില്ല. എൻ്റെ അച്ഛൻ എന്ത് തീരുമാനിച്ചാലും ഈ ദേവൂട്ടി അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇന്നോളം. ദേവു വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. വാര്യര് അതീവ സന്തോഷത്തോടെ മകളുടെ നെറുകയിൽ കൈവച്ചു പറഞ്ഞു. എൻ്റെ മോൾക്ക് നല്ലതേ വരൂ, എന്നും എപ്പോഴും. അവളുടെ നെറുകയിലൊരു മുത്തം കൊടുത്ത ശേഷം അയാൾ നന്ദനെ കാണാനായി പുറത്തേക്കിറങ്ങി. അവനാണെങ്കിൽ കിണറ്റിൻ്റെ കരയിൽ നിൽക്കുകയാണ്. കട്ടമുല്ല നിറയെ പൂക്കൾ വിരിഞ്ഞു കിടക്കുന്നത് നോക്കി അവൻ വെറുതെ നിൽക്കുകയായിരുന്നു. ദേവുവിൻ്റെ മറുപടി എന്താവുമെന്നാണ് ഉള്ളിലെ ചിന്ത. അവൾ സമ്മതിച്ചില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തകിടം പറയും. മോനെ നന്ദ, വാര്യരെ വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആഹ്ലാദത്തോടെയുള്ള അയാളുടെ ശബ്ദം കേട്ടതും കാര്യങ്ങളെല്ലാം അവൻ തിരിച്ചറിഞ്ഞു. ആ അങ്കിൾ. മോനെ, ദേവു അവൾക്ക് മോനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു. അവൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. അതെയോ, താങ്ക് യു അങ്കിൾ. എന്നിട്ട് ദേവൂട്ടി എവിടെ? വളരെ നന്നായി തകർത്ത് അഭിനയിക്കുകയാണ് അവൻ. അല്ലെങ്കിലും തന്നെ വേണ്ടെന്ന് വെക്കാൻ അവൾക്കാവില്ല. എല്ലാ തരത്തിലും അവൾക്ക് കിട്ടുന്ന ഒരു ലോട്ടറി അല്ലേ ഈ ബന്ധം, അവൻ ഓർത്തു. അവൾ അകത്തുണ്ട്. കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് തീരുമാനിക്കണ്ടേ മോൻ വായോ. അയാൾ അവൻ്റെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശേഷം എല്ലാവരോടും ദേവൂട്ടി സമ്മതിച്ച വിവരം അറിയിച്ചു. സരസ്വതിയാണെങ്കിൽ അപ്പോൾ തന്നെ തൻ്റെ കയ്യിൽ കിടന്ന ഒരു വളയൂരി അവളുടെ കൈത്തണ്ടയിലിട്ടു. എൻ്റെ കുട്ടിയെ അമ്മയ്ക്ക് ജീവനാ. അവളുടെ കാതിൽ മെല്ലെ മന്ത്രിച്ച ശേഷം അവളുടെ കവിളിലൊരു ഉമ്മ കൊടുത്തു. ദേവു അവരെ നോക്കി ഒരു വിളറിയ ചിരി ചിരിച്ചു. സരസ്വതിയും ഗുപ്തൻ നായരും കൂടി വാര്യരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീരുമാനിക്കുകയാണ്. എല്ലാ മുഖത്തും സന്തോഷം പ്രതിഫലിച്ചു നിന്നു. സരസ്വതി വിളിച്ചിട്ട് ബാലകൃഷ്ണൻ കൂടി അവിടേക്ക് വൈകാതെ എത്തിച്ചേർന്നു. എന്തായാലും നല്ല തീരുമാനമാണ് നന്ദൻ എടുത്തത്. കൊള്ളാൻ കേട്ടോ മോനെ. നിനക്ക് എന്തുകൊണ്ടും യോജിച്ചവളാണ് നമ്മുടെ ദേവൂട്ടി. ബാലകൃഷ്ണൻ നന്ദനെ അഭിനന്ദിച്ചു. അവൻ അയാളെ നോക്കി പുച്ഛത്തിലൊന്ന് ചിരിച്ചു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം കേട്ടോ. സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ.